PB അനിത ഇന്ന് ജോലിയിൽ പ്രവേശിക്കും എന്ന് തന്നെയാണ്. കാരണം ഈ ICU പീഡന കേസിലെ അതിജീവിതയെ പിന്തുണച്ചുകൊണ്ട് ഒരു പ്രതികാര നടപടി എന്ന രീതിയിൽ തന്നെയാണ് മറ്റൊരു സ്ഥലത്തേക്ക് PB അനിതയെ മാറ്റിയത്. പക്ഷേ അതിനെതിരെ ഹൈക്കോടതിയെ സമീപിക്കുന്നു. ഹൈക്കോടതി ഉത്തരവുണ്ടായിട്ടും ഈ നിയമനം നൽകാൻ, പുനർനിയമനം നൽകാൻ DMA തയ്യാറായിരുന്നില്ല. അതിന് DMA പറഞ്ഞ ഒരു ന്യായീകരണം സർക്കാരിൻ്റെ ഭാഗത്തിനും അത്തരത്തിലുള്ള ഒരു അറിയിപ്പ് ലഭിച്ചിട്ടില്ല എന്നാണ്. പക്ഷേ വലിയ രീതിയിലുള്ള പ്രതിഷേധം പൊതുസമൂഹത്തിൻ്റെ ഭാഗത്തിനും ഉണ്ടാകുന്നു, വിവിധ രാഷ്ട്രീയ കക്ഷികളുടെ ഭാഗത്തിനും ഉണ്ടാകുന്നു. അനിത നിരാഹാര സമരം ഉൾപ്പെടെയുള്ള സമര രീതി അവലംബിക്കേണ്ട ഒരു സാഹചര്യത്തിലേക്ക് എത്തുന്നു. ഒടുവിൽ സമരം വിജയം കണ്ടു, പ്രതിഷേധം വിജയം കണ്ടു എന്ന് തന്നെ നമുക്ക് പറയാൻ സാധിക്കും. തീർച്ചയായും സർക്കാർ അനിതയുടെ സമരത്തിന് മുന്നിൽ മുട്ടുമടക്കി എന്ന ഒരു കാര്യം തന്നെയാണ് നമുക്കിവിടെ വ്യക്തമാകുന്നത്. KP 6 ദിവസമായി അവർ കോഴിക്കോട് മെഡിക്കൽ കോളേജിന് മുന്നിൽ സമരം ചെയ്യുന്നു. ആ സമരത്തിനാണ് ഇന്നലെ രാത്രിയോടെ അറുതിയുണ്ടായത് എന്നത് വ്യക്തമാണ്. പ്രധാനമായും എടുത്തു പറയേണ്ടത് കഴിഞ്ഞ വർഷമാണ് അതിജീവിതയെ സഹായിച്ചു എന്ന കാരണത്താൽ അവരെ ഇടുക്കിയിലേക്ക് സ്ഥലം മാറ്റുന്നത്. ഈ സ്ഥലമാറ്റ ഉത്തരവിനെതിരെ അവർ ഹൈക്കോടതിയെ സമീപിക്കുകയായിരുന്നു. ഹൈക്കോടതി ആ ഉത്തരവ് സ്റ്റേ ചെയ്യുകയും അവർക്ക് പുനർനിയമനം നൽകണമെന്ന് ആവശ്യപ്പെടുകയും ചെയ്തിരുന്നു. അതിന്റെ അടിസ്ഥാനത്തിലാണ് കഴിഞ്ഞ ദിവസം അവർ ജോലിയിൽ പ്രവേശിക്കുവാനായി എത്തിയത്. എന്നാൽ DMAയുടെ അറിയിപ്പ്, സർക്കാരിന്റെ അറിയിപ്പില്ലാതെ ജോലിയിൽ പ്രവേശിക്കാൻ കഴിയില്ല എന്നൊരു വിചിത്ര വാദമാണ് DMAയുടെ ഭാഗത്ത് നിന്ന് ഉണ്ടായിരുന്നത്. ഇതിനെതിരെ അവർ 6 ദിവസം മെഡിക്കൽ കോളേജിന് മുന്നിൽ സമരമിരുന്നു. പിന്നീട് 5-ാം ദിവസമാണ് അതിജീവിത PB അനിതയ്ക്ക് ഐക്യദാർഢ്യവുമായി എത്തിയത്. മാത്രമല്ല പ്രമുഖ സാമൂഹിക സാംസ്കാരിക രംഗത്തെ പ്രമുഖരൊക്കെ തന്നെയും PB അനിതയ്ക്ക് പിന്തുണയുമായി എത്തിയിരുന്നു. ഈ പിന്തുണയുമായി എത്തിയ ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. എന്നാൽ ആരോഗ്യമന്ത്രി നിഷേധാത്മക നിലപാടാണ് സ്വീകരിച്ചത്. ജോലിയിൽ പ്രവേശിപ്പിക്കുവാൻ കഴിയില്ല എന്ന കാര്യം ആരോഗ്യമന്ത്രി വ്യക്തമാക്കിയിരുന്നു. ഇതിനെതിരെ സർക്കാർ അപ്പീൽ നൽകും എന്ന കാര്യമൊക്കെ തന്നെയും വ്യക്തമാക്കിയിരുന്നു. എന്നാൽ ഇത്തരത്തിലുള്ള പ്രതിഷേധം ശക്തമായതോടുകൂടി ഇന്നലത്തെ ഹൈക്കോടതിയുടെ ഉത്തരവിന്റെ അടിസ്ഥാനത്തിലാണ് വീണ്ടും നിയമനം നൽകാം എന്നൊരു തീരുമാനത്തിലേക്ക് എത്തിയത്. ഇന്നലെ രാത്രിയോടെയാണ് DMAയുടെ ഉത്തരവ് PB അനിതയ്ക്ക് ലഭിക്കുന്നത്. ഇന്ന് 10 മണിയോടുകൂടിയാണ് അവർ മെഡിക്കൽ കോളേജിൽ ജോലിയിൽ വീണ്ടും പ്രവേശിക്കുക. എന്തായാലും അതിജീവിത വ്യക്തമാക്കിയ ഒരു കാര്യമുണ്ട്. തനിക്ക് നീതി ലഭിച്ചിട്ടില്ല എന്നതിന്റെ ഏറ്റവും വലിയൊരു ഉദാഹരണമാണ് PB അനിതയ്ക്ക് നേരെയുള്ള ക്രൂരമായ നടപടി, അല്ലെങ്കിൽ രാഷ്ട്രീയ പകപോക്കലാണ് PB അനിതയ്ക്ക് നേരെ ഉണ്ടാവുന്നത് എന്ന് വളരെ വ്യക്തമായി തന്നെ അതിജീവിതയും ഇന്നലെ മാധ്യമങ്ങളോട് വെളിപ്പെടുത്തുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. എന്തായാലും ICU പീഡന കേസിൽ അതിജീവിതയെ സഹായിച്ചവർ തന്നെ ഇരയാവുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായത്. 6 ദിവസത്തെ നീണ്ട സമര പോരാട്ടത്തിനൊടുവിൽ PB അനിതയ്ക്ക് മുന്നിൽ സർക്കാർ മുട്ടുമടക്കിയിരിക്കുന്നു എന്ന് തന്നെ നമുക്ക് പറയാൻ സാധിക്കും. KP കോഴിക്കോട് നിന്നും ദിഷ്ണിയാണ് വിശദാംശങ്ങൾ നൽകിയത്.